ബിഗ് ബോസ് അഗ്നിപരീക്ഷ എന്ന് ഇന്നും 4 പേരെ പിടിച്ച് പുറത്താക്കി. ഇത് ശരിക്കും ബിഗ് ബോസ് അഗ്നിപരീക്ഷയല്ല. ബിഗ് ബോസ് തട്ടിക്കൂട്ട് പരീക്ഷ എന്നോ, ബിഗ് ബോസ് നഴ്സറി പരീക്ഷ എന്നോ, ബിഗ് ബോസ് അലമ്പ് പരീക്ഷ എന്നോ, ബിഗ് ബോസ് അബദ്ധ പരീക്ഷ എന്നോ, ബിഗ് ബോസ് കോമഡി പരീക്ഷ എന്നോ ഒക്കെ നമുക്കിതിനെ വിളിക്കാം. കാരണം ഇതൊരു തട്ടിക്കൂട്ട് പരിപാടിയാണ്. എനിക്ക് അങ്ങനെയാണ് കഴിയുക. ഇതിനെ മാത്രം എന്തുവാടേ ഞാൻ ആലോചിക്കുകയാണ്. എനിക്കിത് കണ്ടപ്പോൾ തോന്നിയത് ഇതെന്തിനടെ ഈ ഷോ അപ്പ് നമ്മുടെ ട്രിവാൻഡ്രം ഭാഷയിൽ എനിക്ക് അങ്ങനെയാണ് സത്യമായിട്ട് തോന്നിയത്. എന്താന്ന് പറയട്ടെ, ഇന്ന് എവിക്ഷൻ നടത്തിയ, സത്യം പറഞ്ഞാൽ ഇന്നത്തെ എപ്പിസോഡെ മൊത്തത്തിൽ ക്യാൻസൽ ചെയ്യാനുള്ള എപ്പിസോഡാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊന്ന് ചോദിക്കട്ടെ. എമ്മ യക്ക് അതായിരുന്നു ഇന്നത്തെ ടാസ്ക്. അതായത് രുചി നോക്കിയിട്ട് അത് പിടികൊടുക്കാത്ത ലെവലിൽ എക്സ്പ്രഷൻ കാണിച്ച് നിൽക്കുക. ഇതാണോ ഇവിടെ അഗ്നിപരീക്ഷയ്ക്കുള്ള ഒരു ടാസ്ക്? എന്നിട്ട് അതിനൊരു വിശദീകരണം. ലാലേട്ടന് ഇഷ്ടപ്പെട്ട ടാസ്ക് ആണ്. ലാലേട്ടന് ഇഷ്ടപ്പെട്ടത് ബിഗ് ബോസ് ഹൗസിനകത്ത് ചില ടാസ്കുകൾ ഈസി ആയിരിക്കും, ചില ടാസ്കുകൾ പാടായിരിക്കും. ഈ ഷോയുടെ പേരെന്താണ്? ഞാൻ വീണ്ടും ഇതിലേക്ക് തന്നെ വരാം. ഈ ഷോയുടെ പേര് ബിഗ് ബോസ് അഗ്നിപരീക്ഷ എന്നാണല്ലോ. ഇതാണോ അഗ്നിപരീക്ഷ? എനിക്ക് അറിഞ്ഞുകൂടാത്തോടെ ഞാൻ ചോദിക്കും, ഇതാണോ അഗ്നിപരീക്ഷ? അഗ്നിപരീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തീക്കളിയായിരിക്കണം. ഓരോ നിമിഷവും എന്ത് സംഭവിക്കും എന്ന് നമ്മൾ നോക്കിയിരിക്കണം. കണ്ടസ്റ്റൻസിന് കൊടുക്കുന്ന ടാസ്കുകൾ, നമുക്ക് ജയിക്കാൻ പറ്റാൻ നമ്മൾ ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് അവർ തല പുകയണം. അതുപോലെ തന്നെ ഇവർക്ക് കൊടുക്കുന്ന ടാസ്കുകൾ കണ്ട് നമ്മൾ പ്രേക്ഷകർ ആ ലോക്കപ്പ് പോയി, ഹിന്ദി ലോക്കപ്പ് ഇല്ലേ, ലോക്കപ്പ് അത് പോയി കണ്ടിട്ട് വാ, കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ. പിന്നെ മലയാളം ബിഗ് ബോസിന്റെ മേക്കേഴ്സിന്റെ കാര്യം നമുക്കറിയാമല്ലോ. നമുക്ക് ഇത്ര 4, 3, 7 രൂപയുടെ ടാസ്കുകളൊക്കെ നമുക്ക് പറ്റത്തുള്ളൂ. 10 രൂപയ്ക്ക് കപ്പലണ്ടി, 20 രൂപയ്ക്ക് മുട്ടായി, പിന്നെ ഒരു 10-700 രൂപ മന്തി തന്നെ വാങ്ങിച്ചു വെച്ചത് വലിയ കാര്യം. അപ്പം ഈ ലെവലിലുള്ള ബഡ്ജറ്റ് ഇറക്കിയുള്ള ടാസ്കുകളെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ തീക്കളിയും തീപ്പന്തവും ഒന്നും തന്നെ വരുന്നില്ല. സത്യം പറഞ്ഞാൽ എൻ്റെ പൊന്നു പ്രേക്ഷകരെ, ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം ചോദിക്കുകയാണ്. നമ്മൾ ഈ ഉത്സവത്തിന് മേളയ്ക്കൊക്കെ പോകത്തില്ലേ? മേള എന്നാണ് നമ്മുടെ ട്രിവാൻഡ്രത്ത്. മേളയ്ക്കൊക്കെ പോകുമ്പം ഈ ആകാശ കപ്പലിലും അഞ്ഞൽ ഊഞ്ഞാലിലൊക്കെ നമ്മൾ കയറും. അത് ഇതിനേക്കാളും നമ്മൾ പേടിക്കും. ഈ അഗ്നിപരീക്ഷയിൽ കയറുമ്പോൾ, അഗ്നിപരീക്ഷയുടെ ടാസ്ക് കഴിഞ്ഞാൽ ഇതെന്തരുത് എന്നുള്ളൊരു മെന്റാലിറ്റി ആയിരുന്നു എനിക്ക്. അതേസമയം മേളയ്ക്ക് ഉത്സവത്തിന് പോകുമ്പോൾ ആകാശ കപ്പലിലും അഞ്ഞലൂഞ്ഞാലിലൊക്കെ കയറുമ്പോൾ ഞാൻ കിടന്ന് കാറ് വിളിക്കും. കാരണം അത്രയ്ക്ക് അതാണ് അഗ്നിപരീക്ഷ. നമ്മൾ പേടിക്കണം. ടാസ്ക് തരുമ്പോൾ നമ്മൾ പേടിക്കണം. ഇത് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യുമെന്ന്. ഇത് ടേസ്റ്റ് നോക്കിയിട്ട് ഇന്ന് 4 പേരെ പിടിച്ച് പുറത്താക്കി. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ജഡ്ജസ് ഇതിന് വിശകലനം ഒന്നും പറയുന്നില്ല. ഇന്ന് പുറത്ത് പോയത് ഷാനോയെ പിടിച്ച് വെളിയിലാക്കി, നന്ദകിഷോർ, വർഷ, സ്റ്റിനിയ. 4നെ കാണാനൊന്നുമില്ല. 4നെ എന്നല്ല, സത്യം പറഞ്ഞാൽ ഇന്നിപ്പോൾ 28 പേരുണ്ട്. ബാക്കി 28 എണ്ണത്തിനെ കാണാനൊന്നുമില്ല. 28 എണ്ണം ഹൈലൈറ്റിന് ഇരിക്കുന്ന ഈ 4 പേരെ മാത്രം പിടിച്ച് പുറത്താക്കേണ്ട കാര്യമൊന്നുമില്ല. പുറത്താക്കണമെങ്കിൽ നിങ്ങൾ 28 എണ്ണത്തിനെ പിടിച്ച് വെളിയിലാക്കാനുള്ളതായിരുന്നു. കാരണം ആരും വിസിബിൾ അല്ലല്ലോ. പക്ഷെ ഇന്ന് ചെയ്തു വെച്ചത് ഞാൻ ഇത് കണ്ടിട്ടും സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു, ഞാനിത് എന്ത് പറയും? കാരണം ഇതെന്തുവാണ്? സ്റ്റാർ മാജിക് ഉണ്ട് ഇതിനേക്കാൾ എന്റർടൈൻമെന്റ്. സ്റ്റാർ മാജിക് സത്യം നിങ്ങളൊന്ന് കണ്ടു. കുറെ എണ്ണങ്ങൾ ഇപ്പൊ ചാടി വരും. ഇന്ന് സത്യം പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതിലെ കണ്ടസ്റ്റൻസിനെയോ ജഡ്ജസിനെയോ ഒന്നും അല്ല ഞാൻ പറയുന്നത്, ഇതിന്റെ മേക്കേഴ്സിനെ ഞാൻ പറയത്തുള്ളൂ. കാരണം അവരാണ് ഇത് നല്ല നല്ല ടാസ്കുകൾ ചെയ്ത് കൊടുക്കാനുള്ളത്. ടാസ്ക് ബെറ്റർ ആയിട്ട് ഡിസൈൻ ചെയ്യുന്ന ഒരു കോൾ വന്നതാ. അപ്പൊ ടാസ്ക് ബെറ്റർ ആയിട്ട് ഡിസൈൻ ചെയ്യുന്ന ആരുമില്ല. ഇതെന്തുവാണേ ഇത്? ഒരു ടാസ്ക് പോലും നമുക്ക് അത്ര ഭയങ്കര കഠിനമാണെന്ന്, ഖജമാണെന്ന് പറയാനൊന്നും ഇല്ല. സ്റ്റാർ മാജിക് കൊള്ളാം ഇതിനേക്കാളും നന്നായിട്ട്. ഇതെന്ത്? ഞാൻ വീണ്ടും ഞാൻ സ്റ്റക്ക് അടിച്ച് നിൽക്കുവാണ്. ഇത് എന്താണെന്ന് കണ്ടിട്ട് പറഞ്ഞുതരാം. സംഭവം എന്താണെന്ന് പറഞ്ഞുതരാം. കുറച്ച് എനിക്ക് പറയാനുണ്ട്. അപ്പൊ നമുക്ക് തുടങ്ങാം. ഇന്നത്തെ ബിഗ് ബോസ് അഗ്നിപരീക്ഷയുടെ ഓഗസ്റ്റ് 19-ാം തീയതിയിലെ എപ്പിസോഡ് 5ന്റെ റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്റെ മോളറ്റ് വീഡിയോയിലോട്ട് ആദ്യമായി ഇടിച്ചു കയറി വന്ന എല്ലാവർക്കും സ്വാഗതം. സബ്സ്ക്രൈബ് ബട്ടൺ കണ്ടോ സൈഡില്? ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അതുപോലെ നിങ്ങൾ എനിക്ക് തരുന്ന ഓരോ ലൈക്കും മോട്ടിവേഷനാണ്. FBയിലോ ഇൻസ്റ്റയിലോ ആണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും പേജ് ഫോളോ ചെയ്യണം. അതോടൊപ്പം തന്നെ വീഡിയോ യൂട്യൂബിലൊന്ന് ഹൈപ്പ് കൂടി ചെയ്തേക്ക്. എന്നെ മേക്കേഴ്സ് പ്രാവുന്നതായിരിക്കും. അൻസിഫ് എന്ന് വരും നമ്മളെ ട്രോളാനായിട്ട് എന്ന് പറഞ്ഞവർ പ്രാവുന്നതായിരിക്കും. ഇൻഫിനിറ്റി പെൻഡന്റിന്റെ പവർ ഇന്നലെ 4 കണ്ടസ്റ്റൻസിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആർക്ക്? രചനയ്ക്ക്, പ്രവീണിന്, ഷിംജിത്തിന്, ഷിജുലാലിന്.
ഇവർക്ക് 4 പേർക്കും എന്താണ് ഇന്ന് അവരുടെ പവർ എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്നാണ് എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്. 32 പേരാണ് ഇനി മത്സരത്തിൽ ബാക്കിയുള്ളത്. ഫസ്റ്റ് നമുക്കറിയാം മെനിങ്ങാന്ന് 4 പേരെ ഔട്ടാക്കി, 40 36 ഇന്നലെ 4 പേരെ ഔട്ടാക്കി, 34 36 32 അപ്പൊ ഈ 32 നിന്നും ഈ ഇൻഫിനിറ്റി പെൻഡന്റ് കിട്ടിയ 4 പേരെ ഒഴിച്ചാൽ ബാക്കി 28 പേര്. അപ്പൊ ഈ 4 പേരെയും പിടിച്ച് ക്യാപ്റ്റൻസ് ആക്കുകയാണ് തുടക്കത്തിൽ. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എന്ത് ചെയ്യുക, 7 പേരെ നിങ്ങളുടെ ടീമിൽ, അല്ല 6 പേരെ എന്ത് ചെയ്യുക, അല്ല 7 പേരെ നിങ്ങളുടെ ടീമിലേക്ക് വിളിക്കുക. നമ്മളൊരു പ്രത്യേക ഒരു സംഭവം പറയാൻ പോകണം. ആദ്യം ഇൻഫിനിറ്റി പെൻഡന്റ് കിട്ടിയവർക്ക് എന്ത് ചെയ്തു, അവരെ ക്യാപ്റ്റൻ ആക്കി ടീം ഫോം ചെയ്തു. എല്ലാവരുടെയും പേരുകൾ എനിക്ക് ഓർമ്മയില്ല, എന്നാലും അത്യാവശ്യമുള്ള പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഷിജുവിന്റെ ടീം അഭിരാമു, ലളിത, രാകേഷ്, പൂജ, ഷിജിൻ, അഫിയാനാസ്, സോണി. അടുത്ത് പ്രവീണിന്റെ ടീം വിശാഖ്, എൽദോ, റൈബിൻ, നയന, റിജോ, ഷിബിന, പിന്നെ ഒരാൾ കൂടി ഉണ്ട്, എനിക്ക് പേര് മോൻ കിട്ടിയില്ല. അടുത്ത് ഷിൻജിത്തിന്റെ ടീമില് നന്ദകിഷോർ, ഷാനോ, ശ്യാം, ജെറ്റി, സോന, അപർണ, പിന്നെ ഒരാളോട് ഉണ്ട്, പേര് എനിക്ക് കിട്ടിയില്ല. അടുത്ത് രചനയുടെ ടീമില് താഷി, പ്രണവ്, സാബിറ, ഷാമുൻ, അളകനന്ദ, സ്റ്റിനിയ, വർഷ. ഇവരിത്രയാണ് ടീം. ടാസ്ക് എം ഓർ എക്ക്. നമുക്കറിയാം, നിങ്ങൾ എപ്പിസോഡ് കണ്ടിട്ട് വന്നവരാണ്. ഓരോ ടീമും ആദ്യം രണ്ട് ടീം വെച്ചിട്ടാണ് ഇത് കളിക്കാനുള്ളത്. ഡൈസൊക്കെ കറക്കിയാണ് ആരൊക്കെയാണ് ആദ്യം കളിക്കുന്നതൊക്കെ തീരുമാനിക്കുന്നത്. അതിനകത്ത് നമുക്കൊരു ഫുഡ് ഉണ്ടാവും, 8 ഫുഡ് ഉണ്ടാവും. ടീമിൽ 8 മെമ്പേഴ്സ് ഉണ്ട്, അപ്പോൾ 8 ഫുഡ് ഉണ്ടാവും. ഫുഡ് നമ്മൾ ആദ്യം ടേസ്റ്റ് ചെയ്യുക. ചിലപ്പോൾ അത് രുചിയായിരിക്കും, ചിലപ്പോൾ രുചിയില്ലാത്തതായിരിക്കും. മിണ്ടാതെ നിൽക്കുക. എം ആണോ, അതായത് അതിന് രുചി ഉണ്ടോ, അതോ എക്കാണോ, അതോ അതിന് രുചി ഇല്ലേ എന്ന് ഓപ്പോസിറ്റ് നിൽക്കുന്നവർ ഗസ് ചെയ്യും. അപ്പൊ ഇതാണ്. അപ്പൊ അവരുടെ ഗസ്, ഞാൻ ചോദിക്കട്ടെ, അവരുടെ ഗസ് ആണോ, അല്ലെങ്കിൽ ഇവർ എക്സ്പ്രഷൻ ഇല്ലാതെ നിൽക്കുന്നതാണോ ഈ നഴ്സറി പരീക്ഷ അല്ലെങ്കിൽ അബദ്ധ പരീക്ഷ? എനിക്ക് അറിഞ്ഞുകൂടാത്തോണ്ട് ഞാൻ ചോദിക്കുന്നതാണ്. ഇന്ന് ജഡ്ജസിന്റെ ഫയറും ഇല്ല, ഒന്നും ഇല്ല. അഖിൽമാരാറുടെ 1-2 ഡയലോഗുകളുണ്ട്, വേറെ ഒന്നും എനിക്ക് ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടില്ല. ഫസ്റ്റ് കളിക്കുന്ന ടീം ഷിജുലാലിന്റെയും അതുപോലെ ഷിൻജിത്തിന്റെയും ടീമാണ് അഗെയിൻസ്റ്റ് കളിക്കുന്നത്. ആദ്യം ഷിജുലാലിന്റെ ടീം എന്ത് ചെയ്യുന്നു, ടേസ്റ്റ് ചെയ്യാനായിട്ട് നിൽക്കുന്നു, മറ്റവർ ഗസ് ചെയ്യാൻ നിൽക്കുന്നു. ഇവർ 4 ശരിയാക്കുന്നു, 4 തെറ്റാക്കുന്നു. അപ്പൊ 4 പോയിന്റ് ഇവർക്കും കിട്ടുന്നു, 4 പോയിന്റ് അവർക്കും കിട്ടുന്നു. പിന്നീട് ഷിൻജിത്തിന്റെ ടീം ടേസ്റ്റ് ചെയ്യാൻ നിൽക്കുന്നു, ഷിജുവിന്റെ ടീം കണ്ടുപിടിക്കാൻ നിൽക്കുന്നു. അപ്പൊ ഷിൻജിത്തിന്റെ ടീമിന് 3 പോയിന്റും ഷിജുവിന്റെ ടീമിന് 5 പോയിന്റ് കിട്ടുന്നു. അങ്ങനെ ടോട്ടൽ ഈ ടാസ്ക് കഴിയുമ്പോൾ തന്നെ ഷിജുവിന്റെ ടീമിന് 9 പോയിന്റും ഷിൻജിത്തിന്റെ ടീമിന് 7 പോയിന്റും കിട്ടി. ഷിജുവിന്റെ ടീം ഡയറക്ട്ലി സേവ് ആകുന്നു. ഷിൻജിത്തിന്റെ ടീമിൽ നിന്നും 2 പേരെ വീതം എന്ത് ചെയ്യാണ്, നോമിനേറ്റ് ചെയ്യാനായിട്ട് പറയുകയാണ്. നോമിനേറ്റ് ചെയ്യാനായിട്ട് എങ്ങനെ, വേഴ്സ്റ്റ് പെർഫോമൻസ്. ഞാൻ ഇവിടെ ഇതിൽ എന്താണ് ഒരു വേഴ്സ്റ്റ് പെർഫോമർ? ഈ ടാസ്കിൽ എങ്ങനെയാണ് വേഴ്സ്റ്റ് പെർഫോമൻസ്? അവരുടെ എക്സ്പ്രഷൻ ശരിയായില്ലെന്നോ, അല്ലെങ്കിൽ അവർക്ക് ടേസ്റ്റ് ചെയ്യാൻ കിട്ടിയ സാധനം ശരിയല്ലെന്നോ, അല്ലെങ്കിൽ അവർ പറഞ്ഞ ഉത്തരം ശരിയല്ല, എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇതിൻ്റെ ഒരു വേഴ്സ്റ്റ് പെർഫോമറെ എടുക്കുന്ന ഒരു രീതി എനിക്ക് പറഞ്ഞു തന്നാൽ കൊള്ളായിരുന്നു. സത്യം മക്കളെ, ഭയങ്കര ഇത്ര ഭൂലോക പരാജയ സാധനങ്ങൾ കണ്ടിട്ടേ ഇല്ല, ഉള്ളത് പറയാമല്ലോ. എന്നിട്ട് ഇതിനിടയിൽ കൂടി നമ്മുടെ ഷിജുവിന്റെ ഇൻഫിനിറ്റി പെൻഡന്റ് പൊട്ടുന്നുണ്ട്. ഇൻഫിനിറ്റി പെൻഡന്റ് പൊട്ടുമ്പോൾ അവർ വിരട്ടുന്നുണ്ട്, അഖിൽമാരാറും രഞ്ജനികളെ വിരട്ടുന്നുണ്ട്. ഇത് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ പവർ തരത്തിൽ എന്ന് പറഞ്ഞ് വാണിംഗ് കൊടുത്ത് വിടുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ എന്താ പറയാ, ഇയാളുടെ ടീം പ്രവീണിന്റെ ടീം ഉണ്ടല്ലോ, പ്രവീണിന്റെ ടീമല്ല, ഷിൻജിത്തിന്റെ ടീമിനകത്ത് നന്ദകിഷോറാണ്. അപ്പൊ നന്ദകിഷോർ മെന്റലിസ്റ്റ് ആണ്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് അവര് നമുക്ക് എക്സ്പ്രഷൻ നന്ദകിഷോറെ ചോദിക്കാം, മെന്റലിസ്റ്റ് അല്ലേ. അപ്പൊ ഇങ്ങനത്തെ ഒരു സാധനം അവിടെ പറയുന്നുണ്ട്. അപ്പൊ അതിനെ അവർ വിളിച്ച് നല്ല രീതിയിൽ വിരട്ടുന്നുണ്ട്. അത് നല്ല കാര്യം. ഓക്കെ, ഇന്നത്തെ എപ്പിസോഡ് സത്യം പറഞ്ഞാൽ കഥ പറയാനേ ഉള്ളൂ. എന്നിട്ട് അവസാനം ഈ ടീമിൽ നിന്ന് വേഴ്സ്റ്റ് പെർഫോമറായിട്ട് സെലക്ട് ചെയ്യുന്ന ആരൊക്കെയെന്ന് അറിയാവോ? സോന, ഷാനോ തോമസ്, നന്ദകിഷോർ, ജെറ്റി. ഇവരെ 4 പേരും ഡയറക്റ്റ് ഔട്ട് ഹൗസ്. ഇതുപോലെ സെയിം പ്രവീണിന്റെ ടീമും രചനയുടെ ടീമും കൂടി അടുത്ത് കളിക്കുന്നുണ്ട്. അതിനകത്ത് സത്യം പറഞ്ഞാൽ പ്രവീണിന്റെ ടീം ആദ്യം 5 പോയിന്റ് ടേസ്റ്റ് ചെയ്തിട്ട് ഇവരെ കണ്ടുപിടിക്കാൻ പറ്റാതെ ഇവർക്ക് 5 പോയിന്റും 6 പോയിന്റും രചനയുടെ ടീമിൽ 2 പോയിന്റുമാണ് കിട്ടുന്നത്. പക്ഷേ പിന്നീട് രചനയുടെ ടീം വന്ന് ടേസ്റ്റ് ചെയ്യാൻ നിൽക്കുമ്പോൾ അവർ തിരിച്ച് 6 പോയിന്റും മറ്റവർ 2 പോയിന്റ്, അങ്ങനെ ടൈ ആവുന്നു. 8 പോയിന്റ് 2 ടീമിനും, രചനയുടെ ടീമിനും പ്രവീണിന്റെ ടീമിനുമായി വീണ്ടും അവർക്കൊരു ടാസ്ക് കൊടുക്കുന്നു. അതാണ് ഒരു അഗ്നി പരീക്ഷ, കയറുകെട്ടൽ. കയറൊന്നും നമ്മളെ കണ്ടിട്ടില്ലല്ലോ. ഈ കയറിൽ കുറച്ച് തീയും കൂടെ കൊളുത്തി വിട്ടിരുന്നെങ്കിലും ഒക്കെ നമുക്ക് സമ്മതിക്കായിരുന്നു. എന്ത് ആ തീക്കളി, അങ്ങനെയെങ്കിലും നമുക്കൊന്ന് പറഞ്ഞ് സമാധാനിക്കായിരുന്നു. കയറിൽ കെട്ടുക, 2 പേരെ 2 ടീമിൽ നിന്ന് സെലക്ട് ചെയ്ത് കയറിൽ കെട്ടുക, കയർ ഏറ്റവും വേഗത്തിൽ അഴിച്ചെടുക്കുന്ന ആരാണ് അവർ വിജയിയോ. ഭയങ്കര അഗ്നി പരീക്ഷയാണേ. അഗ്നി പരീക്ഷ എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നെ, സത്യം പറയാമല്ലോ, PSC, SSC, റെയിൽവേ, ആർമി,
അതുപോലെ തന്നെ നമ്മുടെ ഫിസിക്കൽ, ഇത് ഒരിടത്തും ഇല്ലാത്ത പരീക്ഷയാണ്. എനിക്ക് തോന്നുന്നു ബിഗ് ബോസിൽ കയറാൻ പോലും ഇത്രയും ടാസ്ക് ഇല്ല. ഈ ബിഗ് ബോസ് അഗ്നി പരീക്ഷയ്ക്കകത്താണ് ഇത്ര. ബിഗ് ബോസിന്റെ കഴിഞ്ഞ സീസണുകൾ വരെയും ആൾക്കാർ കയറിക്കൊണ്ടുന്നത് ഇത്ര വലിയ പ്രശ്നമല്ല. ഇത് എന്ത് പാടേ ഇത്. അടുത്ത് അങ്ങനെ അതിനകത്ത് ഒരാൾക്ക് മാത്രമേ കളിക്കാൻ പറ്റുള്ളൂ, കയറ് കെട്ടല്. പ്രണവും വിശാഖുമാണ് കളിക്കുന്നത്. വിശാഖ് അതിനകത്ത് ഫണ്ടാസ്റ്റിക് ആയിട്ട് ചെയ്യുന്നുണ്ട്. കാരണം കാലൊക്കെ ചവിട്ടി പിടിച്ചാണ് കെട്ടിയൊക്കെ വിടുന്നത്, കെട്ട് പൊട്ടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതിനകത്ത് സത്യം പറഞ്ഞാൽ വിശാഖിനെയും പ്രണവിനെയും നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം അവർ രണ്ടുപേരുമാണ് ധൈര്യത്തോടു കൂടി വന്ന് ആ ടാസ്ക് ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിൽ വന്നത്. കാരണം തോറ്റ് കഴിഞ്ഞ് അവരുടെ തലയിൽ ആൾക്കാർ പിടിക്കും. എന്നിട്ടും ആ ഒരു ചലഞ്ച് ഏറ്റെടുത്ത് വന്ന് ചെയ്തു അവര്. അതിനകത്ത് ജയിച്ചത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം നമ്മുടെ പ്രവീണിന്റെ ടീമാണ് ജയിച്ചത്. കാരണം വിശാഖ് ഫാസ്റ്റായിട്ട് ചെയ്തു, അപ്പോൾ ജയിച്ചു, ആ ടീം ജയിച്ചു. അഖിൽമാരാർ പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഇത്ര റിസ്ക് എടുക്കാൻ നിന്നത്? കാരണം ആദ്യം നിങ്ങൾ കളിച്ചപ്പോൾ നിങ്ങൾക്ക് 5-6 പോയിന്റ് കിട്ടി. അപ്പൊ നിങ്ങൾക്ക് 3 പോയിന്റും കൂടെ മതി വമ്പൻ ഭൂരിപക്ഷത്തിലാവാൻ. അപ്പൊ നിങ്ങൾ ചുമ്മാ ഇരുന്ന് 8 പേര് ഓപ്പോസിറ്റ് ഉണ്ടായിരുന്നു, യക്ക് 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 ഇങ്ങനെ 8 തവണ പറഞ്ഞാലും, അല്ലെങ്കിൽ എം 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 എന്നിങ്ങനെ 8 തവണ പറഞ്ഞാലും 3 തവണയെങ്കിലും അറ്റ്ലീസ്റ്റ് ശരിയാവില്ലായിരുന്നോ? അവരെന്തോ ചേട്ടാ അവർ കൺഫ്യൂസ് ആവില്ലായിരുന്നോ എന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചു, ശരിയാണല്ലോ, അഖിൽമാരാർ പറയുന്നതിൽ കാര്യമുണ്ടല്ലോ എന്നിങ്ങനെ ഞാൻ ചിന്തിച്ചു. അപ്പൊ അവർ പറയാണ്, അപ്പൊ പിള്ളേർ പറയാണ്, ഇല്ല ചിലപ്പോൾ 2 എണ്ണത്തിലോ ചില 3 എണ്ണത്തിലോ കാണത്തുള്ളൂ, ചില 4. അപ്പം അഖിൽമാരാർ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണമൊക്കെ നിങ്ങൾ പറയണം, ഒരെണ്ണം നിങ്ങൾ എങ്ങനെയെങ്കിലും മനസ്സിലാക്കുമല്ലോ. അഖിൽമാരാർ ആദ്യം പറയുന്നത് കേൾക്കണം നിങ്ങൾ. ആ സാധനം അഖിൽമാരാർ നിലപാടിന്റെ രാജകുമാരൻ എന്ന് എല്ലാവരും വിളിക്കാൻ കാരണം ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആദ്യം അഖിൽമാരാർ നിങ്ങൾ കണ്ണും പൊട്ടി എമ്മാണ് എക്കാണെന്നൊക്കെ നിങ്ങൾ 8 എണ്ണം അതുപോലെ പറയത്തെന്താ, 8 എണ്ണം നിങ്ങൾക്ക് കിട്ടുകയായിരുന്നു, നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്ലാൻ എടുത്തുവിടായിരുന്നു. പക്ഷേ 3 പോയിന്റ് ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്, 3 പോയിന്റ് ആയതുകൊണ്ടാണ് എന്നിങ്ങനെ അഖിൽമാരാർ ഇങ്ങനെ പറഞ്ഞോണ്ട് നിന്നിട്ട് തന്നെ തൊട്ടടുത്ത് അപ്പോൾ പിള്ളേർ പറയുമ്പോൾ പറയണേ, അത് ഒരെണ്ണമൊക്കെ നിങ്ങൾക്ക് പറയാമല്ലോ, ഒരെണ്ണമൊക്കെ നിങ്ങൾ കണ്ടുപിടിക്കാമല്ലോ, ഒരെണ്ണമൊക്കെ നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് ബാക്കിയുള്ളതാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ആദ്യം ഇങ്ങനെയല്ല പറയുന്നേ. ആദ്യം അഖിൽമാരാർ പറഞ്ഞ സാധനം നല്ല സാധനമാണ് പറഞ്ഞു കൊടുത്തത്. പക്ഷെ അഖിൽമാരാർ തന്നെ അതിനെ തിരുത്തി വീണ്ടും നിലപാട് മാറ്റുന്നുണ്ട് എന്തോ. അങ്ങനെ ഇതിനകത്ത് തോറ്റ രചനയുടെ ടീമിൽ നിന്നും വേസ്റ്റ് പെർഫോമൻസ് ആയിട്ട് അവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നോമിനേറ്റ് ചെയ്തത് വർഷ, ഷാമോൻ, സ്റ്റിനിയ, പ്രണവ് 4 പേരും നേരെ ഔട്ട് ഹൗസിലോട്ട്. ഇനി അടുത്ത് ഇൻഫിനിറ്റി പെൻഡന്റ് കിട്ടിയ 4 പേരെയും വീണ്ടും സ്റ്റേജിലേക്ക് വിളിക്കുന്നു. അതായത് ഈ ടീമിന്റെയൊക്കെ ക്യാപ്റ്റൻസ് ആയ രചന, പ്രവീണ്, ഷിർജിത്ത്, ഷിജു. ഇതിനകത്ത് ജയിച്ച ടീമിന്റെ ക്യാപ്റ്റൻസ് ആരൊക്കെയാണ്? നമ്മുടെ ഷിജുവും പ്രവീണും. അപ്പൊ ഇവരുടെ അടുത്ത് 2 പേരെടുത്തും വേറെ ഇപ്പൊ ബാക്കി 2 ടീമുണ്ട്. അതിനകത്ത് നിന്നും ഓരോ വ്യക്തികളെ വീതം ചൂസ് ചെയ്ത് എന്ത് ചെയ്യാണ്, നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ പവർ തരാണ്. അവരെ കൂടെ ഡയറക്റ്റ് എന്ത് ചെയ്യുക, ഈ ഒരു ഔട്ട് ഹൗസിലേക്ക് കൊണ്ടുവരിക, ഡേഞ്ചർ സോണിലേക്ക് കൊണ്ടുവരാൻ പറയുന്നു. അങ്ങനെ നമ്മുടെ ഷിജു ഷിബിനെയും പ്രവീണ് ഷിജിനെയും നോമിനേറ്റ് ചെയ്ത് അവർ 2 പേരും കൂടി മൊത്തത്തിൽ ഡേഞ്ചറിൽ വരുന്നു. അപ്പൊ ഡേഞ്ചറിൽ സോന, ഷാനോ, നന്ദകിഷോർ, ജെറ്റി, വർഷ, ഷാമോൻ, സ്റ്റിനിയ, പ്രണവ്, ഷിബിന, ഷിജിൻ, അങ്ങനെ 10 പേര്. ഈ 10 പേരിൽ നിന്നും ഇത്തവണ വെറൈറ്റി ആയിട്ട് ഇങ്ങനെ കയറൊക്കെ പിടിച്ചാണ് നിൽക്കുന്നത്. കയർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സേവ് ആവുന്നൊക്കെയാണ് പറയുന്നത്. ഇതിനകത്ത് രഞ്ജിത്തിനെയും സോനയും ജെറ്റിയെയും സോനയും രഞ്ജിനെയും സേവ് ചെയ്യുന്നുണ്ട്. ഷിജിനെയും ഷാമോനെയും അഖിൽമാരാർ സേവ് ചെയ്യുന്നുണ്ട്. പ്രണവിനെയും ഷിബിനെയും റിയാസ് സേവ് ചെയ്യുന്നുണ്ട്. നന്ദകിഷോർ, ഷാനോ, വർഷ, സ്റ്റിനിയ ഇവർ 4 പേര് എവിക്റ്റ് ആവുകയാണ്. ഞാൻ ആലോചിക്കുക, പാവങ്ങളുടെ ഒരു അവസ്ഥ ആലോചിക്കണേ. ടേസ്റ്റ് ചെയ്യാൻ ആണ് ഇന്നത്തെ വേറെ ഇന്നലെ കൊടുത്ത ടാസ്ക് ആണെങ്കിൽ പിന്നെയും ക്ഷമിക്കാം. ഇതൊക്കെ ഒരു ടാസ്ക് ആണോ? അതും അഗ്നി പരീക്ഷയ്ക്ക് കൊടുക്കുന്ന ടാസ്ക്. ഇങ്ങനെ ടാസ്ക് കൊടുത്തിട്ട് ഇന്നത്തെ ഇത് വെച്ചിട്ട് ഇന്ന് തുടക്കത്തിൽ തന്നെ പറഞ്ഞത് നിങ്ങൾ ആൾ സാന്നിധ്യം ഇല്ലെങ്കിൽ പുറത്താവും എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ആൾ സാന്നിധ്യം വെച്ചിട്ടാണോ? തോറ്റ ടീമിൽ നിന്നല്ലേ എടുത്തത്, എന്നിട്ടല്ലേ പുറത്താക്കിയത്. വേസ്റ്റ് ഓഫ് ദിസ് എപ്പിസോഡ് ടോട്ടലി ഐ എം ഡൺ. സത്യം പറയാലോ, ഭയങ്കര അൺഫെയർ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ എപ്പിസോഡിലെ 32 പേരിൽ ആരെ ഔട്ടാക്കിയാലും ഞാൻ ഇത് തന്നെ പറയുമായിരുന്നു. അത് ടേസ്റ്റിന്റെ കാര്യത്തിൽ തോറ്റവരായിക്കോട്ടെ ജയിച്ചവരായിക്കോട്ടെ ആരെ ഔട്ടാക്കിയാലും ഞാൻ ഇതിന്, കാരണം ദിസ് ഈസ് നോട്ട് ഈവൻ എ ടാസ്ക് ദാറ്റ് വിൽ ബി സ്യൂട്ടബിൾ ഫോർ ബിഗ് ബോസ് അഗ്നിപരീക്ഷ. ഗ്രാമർ കറക്റ്റാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, ഇത് ബിഗ് ബോസ് അഗ്നിപരീക്ഷയ്ക്ക് പറ്റിയ ഒരു ടാസ്ക് അല്ല. സോ വേസ്റ്റ് ഓഫ് ദിസ് എപ്പിസോഡ്, എവിക്ഷൻ ടോട്ടലി അൺഫെയർ. അടുത്ത വീഡിയോ ആയിട്ട് വരാം, നാളത്തെ എപ്പിസോഡ് റിവ്യൂ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.